പെരുന്നാളിലെ ബീഫൊക്കെ കിട്ടിയത് ഇരിപ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങൾ നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കിക്കേ. നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ബീഫ് ബിരിയാണിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒരു 8 മണി ടൈമായിട്ട് രാത്രി. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നൊക്കെ കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ താമസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ പറയും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വരുന്ന പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില കേട്ടോ. ഇത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം കൂടെ വാരിയിട്ടിട്ടൊന്ന് ചതച്ച് ഒതുക്കി കൊടുക്കാം കേട്ടോ. ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കേട്ടോ. പിന്നെ ഇത് നമ്മൾ പട്ടയുണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും ഒരു 4-5 ഏലക്ക കേട്ടോ. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉരുളിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കാവേ. നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഒതുക്കി വെക്കുന്ന ഇതുണ്ടല്ലോ, നമുക്ക് ഇതുപോലെ അതിനകത്ത് കൂടെ കൊട്ടാം. എന്നിട്ട് നമ്മൾ പെരിഞ്ചീരകം ഉണ്ടല്ലോ, വെള്ളം തിളക്കുന്ന ചെറിയ പെരിഞ്ചീരകം, അതും കുറച്ച് കുരുമുളക് കേട്ടോ. ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു പച്ച മണം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അതൊന്ന് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 2 സവാളയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. 2 സവാളയും കുറച്ച് മല്ലിയിലും പുതിനയിലും കേട്ടോ. ഇത്രയും കൂടി അരിഞ്ഞിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്നതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. വഴറ്റി കൊടുക്കുന്നതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. മല്ലിപ്പൊടിയും പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗ്രാമ്പു, ഏലക്ക, പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത്. ഇപ്പോൾ ചില ആളുകൾ ഈ ബിരിയാണി മസാല ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി മസാല ഇട്ടിട്ടില്ല, എല്ലാം നാച്ചുറലായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബീഫ് ഇട്ട ബിരിയാണി വെച്ച് തോന്നാത്ത നല്ല മട്ടൻ ഇട്ടിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ അതേ ഫ്ലേവർ വന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 നല്ല പഴുത്ത തക്കാളി ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഞാനിപ്പം ഇതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് എല്ലും അതുപോലെ തന്നെ ഇറച്ചി നെയ്യും കൂടി കുക്കറിലേക്ക് ഇട്ടിട്ടോ ഞാൻ വേവിച്ച് മാറ്റി വെച്ചത്. അപ്പം വേവിക്കാൻ നേരത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടായിട്ട് വേവിച്ച്. വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം ഈ നമ്മുടെ ഇറച്ചി തന്നെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് അതങ്ങോട്ട് വെന്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ 5-6 വിസിലടുപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടോ. ആ വെന്ത് കിട്ടിയ ഇറച്ചി നമുക്കിത് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാം. നമ്മുടെ മസാലയിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു മസാലകളെല്ലാം കൂടി ചിക്കൻ്റെ വായിൽ വന്ന് ബീഫൊക്കെ എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാവുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സെറ്റാവാനായിട്ട് മൂടി വെക്കാം കേട്ടോ. മസാല ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതൊന്ന് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് കൂട്ടിയേക്കുന്നത് നമ്മൾ ഈ മന്തി റൈസ് ഇല്ലേ, നല്ല നീള റൈസ്, അതാണ്. അപ്പം നിങ്ങൾക്ക് മന്തി റൈസ് തന്നെ ഇടണമെന്നില്ല, നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, ബാദുഷ റൈസ്, ജീരക റൈസ്, അതിട്ടെല്ലാം മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ല നീളൻ റൈസ് 1 കിലോ വാങ്ങിച്ചപ്പം 1 കിലോ അരിക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ അരി ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല നീളനായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കുഴഞ്ഞ് കിട്ടാത്ത രീതിയിൽ നമുക്ക് ചോറ് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ചോറ് വേവാളേൻ്റെ ആവശ്യമുള്ളതിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ആ ചോറിൻ്റെ കറക്റ്റ് മുകളിലേക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിക്കണം കേട്ടോ. ചെറുനാരങ്ങ ഒരു പകുതി എടുത്തിട്ട് നീര് പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം. അപ്പോൾ ഒരു ചോറിൽ തൊടാത്ത രീതിയിൽ തന്നെ ഒട്ട് പിടിക്കാതെ കിട്ടും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നമുക്ക് എന്തോരാണ് ഉപ്പ് എന്നുള്ളത് നോക്കാം. ഈ വെള്ളം ഒന്ന് രുചിച്ച് നോക്കാം. അപ്പം ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ആ രീതിയിലായിരിക്കും നമുക്ക് ചോറിൽ വരുന്നതിൻ്റെ ഉപ്പിട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയിട്ട് കറക്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ആവാൻ നോക്കേണ്ട, ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറവാണോ കൂടുതലാണോ എന്ന് നിങ്ങളൊരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നേരം നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ദം ചെയ്താൽ മതി. ഒരു 10 മിനിറ്റും കൊണ്ട് കറക്റ്റ് ചോറ് വെന്ത് കിട്ടും. ഇതുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ചോറാട്ടോ. അപ്പം നിങ്ങളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂളി കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ജസ്റ്റ് ഒന്ന് തൂളി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് നമുക്ക് ഇച്ചിരി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചീമ്പി അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റി അങ്ങ് എടുത്തു കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് രാത്രിയാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു 8 മണി ടൈമായി. അപ്പം
പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഇറച്ചിക്കൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി നമുക്ക് പെരുന്നാളിനെ. അപ്പം ഉണ്ടാക്കി എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് 8 മണി കഴിഞ്ഞിട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെ വരും. കുറച്ച് നെയ്യ് ഇതിന് മുകളിൽ ഞാൻ തൂളി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം നെയ്യും കൂടി തൂളി കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയട്ടോ. ബൈ.